നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാര ഡെലിവറി എടുത്തതാണ്. ഈ വണ്ടി നമ്മൾ കസ്റ്റമറിന് കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ ഒരു വാഹനം നമ്മൾ ഡെലിവറി എടുക്കുന്നത് പാലാരിവട്ടം, എറണാകുളം പാലാരിവട്ടം ഷോറൂമിൽ നിന്നാണ്. കസ്റ്റമറിന്റെ പ്ലേസ് എന്ന് പറയുന്നത് പാലായിലാണ്. നമ്മൾ ഈ വണ്ടി പാലായിൽ അദ്ദേഹത്തിന് ഡെലിവറി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നമുക്ക് പാലാരിവട്ടം ഷോറൂമിലുള്ള അക്ബർ ആണ് നമുക്ക് ഈ വണ്ടി ഡെലിവറി എടുത്തു തന്നത്. ഒരു പുതിയൊരു വാഹനം നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിർസവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനസ്. നമ്മളെപ്പോഴും ഒരു പുതിയ വാഹനം എടുക്കാൻ നേരത്ത് നമ്മുടെ മനസ്സിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വണ്ടി ശരിക്കും നോക്കാതെ വിട്ടുകളയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു വാഹനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് കാണുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ആ ഒരു വാഹനം നമ്മൾ അവിടെ ചെന്ന് വണ്ടി കണ്ട് അതിൽ കയറി ഇരുന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എടുക്കാനാണെങ്കിൽ ആ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും കൂടി ഒന്ന് കയറി ഇരുന്ന് നോക്കിയിട്ട് ആ വാഹനം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഷോറൂമിൽ പോയിട്ട് വണ്ടി കാണാനുള്ള ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവിനെ വിളിച്ച് പറയുക. അവർ നിങ്ങൾ എവിടെയാണെങ്കിലും വണ്ടി നിങ്ങളുടെ വീടിന് മുറ്റത്ത് കൊണ്ടുവന്നില്ല, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരിക്കലും വണ്ടി എടുക്കരുത്. നമ്മൾ ഓടിച്ചു നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷമുള്ളൂ. ചിലപ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണെങ്കിലും നമ്മൾ പുറമേ നിന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിലും കയറി ഇരുന്ന് ഓടിച്ചു നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാവണം. അപ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കിയാൽ മാത്രമേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അടുത്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ വില വിവരങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക. ഇതിൻ്റെ വില ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ എന്നുള്ളത് എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഓരോ സമയത്ത് പ്രത്യേക ഫെസ്റ്റിവൽ സീസണിലൊക്കെ വണ്ടിക്ക് ചിലപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഓരോ വാഹന നിർമ്മാണ കമ്പനികളും അവരുടേതായ രീതിയിൽ പ്രത്യേക ഓഫറുകളൊക്കെ ചിലപ്പം ഇട്ട് വണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫറുകൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പരമാവധി നമുക്ക് ഓഫറുകൾ കിട്ടാൻ പാകത്തിനാക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവോയ്സും അതുപോലെ വണ്ടിയുടെ എൻജിൻ നമ്പർ നമ്മൾ കണ്ട വണ്ടി തന്നെയാണോ നമ്മൾക്ക് ഡെലിവറി തരുന്നതെന്നുള്ള കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കിലോമീറ്റർ അധികം ഓടാത്ത ഒരു വാഹനത്തെ നമ്മൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഈ വാഹനം ഡെലിവറി ചെയ്യുന്ന ദിവസം അത് നമ്മുടേതായ നമുക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ദിവസത്തിലേക്കാക്കി മാറ്റുക. അത് പരമാവധി രാവിലെ പകലായിരിക്കാനായിട്ട് നോക്കുക. കാരണം പകൽ വെളിച്ചത്തിലാണ് നമുക്ക് വണ്ടി പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു PDA ചെക്കപ്പ് ഉണ്ട്. അതിൽ എല്ലാ രീതിയിലുള്ള ചെക്കപ്പ് ഇവർ ചെയ്തിട്ടായിരിക്കും നമുക്ക് വണ്ടി നമ്മൾക്ക് തരുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ PDA ചെക്കപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ, AC, ബ്രേക്കിംഗ് എഫിഷ്യൻസി, കൂളൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അവർ ചെക്ക് ചെയ്യും. അതുപോലെ ഒരു 3 കിലോമീറ്റർ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും. അതുപോലെ ഡിജിറ്റലി ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സമയത്തൊക്കെ വണ്ടി ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു 2-3 തവണ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് വണ്ടി തരുന്നത്. പരമാവധി ഒരു ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് വണ്ടി തരുന്നത്. എങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഇതിന്റെ രേഖകൾ, പേപ്പേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇപ്പോൾ അതിലിപ്പോൾ ഇൻവോയ്സിൽ നമ്മൾ ചേസ് നമ്പർ, എൻജിൻ നമ്പറൊക്കെ കൃത്യമാണോ നോക്കണം. ഇതൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം കാര്യങ്ങളും കൃത്യമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അതായത് ഇപ്പം സെയിൽസ് സർട്ടിഫിക്കറ്റ് അതുണ്ടോ നോക്കണം. അതുപോലെ പേയ്മെന്റ് റെസിപ്റ്റ്, ടെമ്പററി RC ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് അത് മെയിനായിട്ടും നോക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഓണേഴ്സ് മാനുവല്, ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ എന്തായാലും കാണും. അപ്പോൾ അത് നോക്കുക. പിന്നെ അതുപോലെ ഡീലർഷിപ്പ് സ്റ്റാമ്പോട് കൂടിയിട്ടുള്ള വാറണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കണം. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റന്റ് കോൺടാക്ട് വിവരങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് വാറണ്ടി നമ്മൾ ഇതിന് വണ്ടിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നോക്കണം. പിന്നെ അതുപോലെ ബാറ്ററി, ടയർ, അങ്ങനെ അതിന്റെയൊക്കെ ഒരു വാറണ്ടി കാര്യങ്ങൾ, അതിന്റെയൊക്കെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം.
അതുപോലെ ഫാസ്ടാഗ് ഇപ്പോൾ എല്ലാ വണ്ടികളിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ശരിക്കും നമ്മളെങ്ങനെ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതെന്ന് വെച്ചാൽ അത് നമ്മൾ നേരിൽ പോയി കാണുക, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മൊത്തം ചെക്ക് ചെയ്യുക, നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക, വണ്ടി ഓടിച്ചു നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടിട്ട് വേണം നമ്മളൊരു വണ്ടി എടുക്കാൻ. ഇനിയിപ്പോൾ അഥവാ നമുക്ക് അതിനുള്ള സമയം തിരക്കും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമർ എന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ളൊരു കസ്റ്റമർ ആയതുകൊണ്ടാണ് നമ്മളെ വിശ്വസിച്ച വണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുന്ന് എക്സിക്യൂട്ടീവ് നമ്മളെ സഹായിച്ച അക്ബറും കൂടിയും അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും അക്ബർ A to Z കാര്യങ്ങൾ നോക്കിയത് കൊണ്ടാണ് നമുക്കത് ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് പുള്ളിനെ ഏൽപ്പിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയും പറ്റും. അതായത് നമുക്കിപ്പോൾ തിരക്കുണ്ടെങ്കിൽ അവർ നല്ല വിശ്വാസമുള്ളൊരു എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഇന്ന് ഡെലിവറി എടുത്തിട്ടുള്ള വണ്ടി. ഇതിൻ്റെ ഫുൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞാണ്, PDA ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്ക് ഒരു ഇതിൽ എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നു. യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ എൻജിൻ നമ്പറും അത് ചേസ് നമ്പർ നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും വരുന്നത് ഇവിടെയാണ്. ആ നമ്പറെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ ഇൻവോയ്സിലുള്ള നമ്പറും ഇതിലുള്ള നമ്പറും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പം പിന്നെ വണ്ടി മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്തു, എല്ലാ രീതിയിലും ചെക്ക് ചെയ്തു, ഒരു വിധത്തിലുള്ള പോരായ്മകളും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് തന്നത് അക്ബറാണ്. അക്ബറിനെ ഞാൻ കാണിക്കാം. അക്ബറാണ് വണ്ടി നമുക്ക് ഡെലിവറി ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നമ്പറുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇതിൽ ഈ കാണുന്ന നമ്പർ, ആ നമ്പറിൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം വരുന്നത്. ഇതാണ് നമ്മുടെ കസ്റ്റമർ അഭിലാഷ് സാറ്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു ട്രെയിനറാണ്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹത്തിനോട് വണ്ടിയുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി സൈൻ ചെയ്യിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സൈൻ ചെയ്തു. സാറിൻ്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അത് ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് അങ്ങ് ആഘോഷിച്ചു. അങ്ങനെ താക്കോല് ഹാൻഡ് ഓവർ ചെയ്തു. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അക്ബർ സാറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ സാറിൻ്റെ വക ചെറിയൊരു ട്രീറ്റൊക്കെ കഴിച്ചിട്ടാണ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ സാറ് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചൊരു കാര്യം നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളും സന്തോഷത്തോടെ പിരിഞ്ഞു. ഗ്രാൻഡ് വിറ്റാര ഇവർ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നെങ്കിലും മറ്റൊരു വണ്ടിയായിരുന്നു ഇവർ ചൂസ് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അതേ വിലയ്ക്ക് തന്നെ ഗ്രാൻഡ് വിറ്റാര നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വരുന്നതും പിന്നെ പരിപൂർണമായിട്ടും സാറ് എന്നെ ഏൽപ്പിച്ചിരുന്ന വണ്ടിയുടെ കേസെല്ലാം, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. ശരിക്കും ഈ ഒരു വണ്ടി, ഈ ഒരു മോഡല് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലൊരു വണ്ടിയാണ്, ബേസ് മോഡലിന് തൊട്ട് മുകളിലൊരു മോഡലാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അതിന് ഏകദേശം 14 സംതിങ് രൂപയായിരുന്നു വില വന്നത്. അപ്പോൾ അത് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്